കേസി റെഡിയാണ്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഗുണനിലവാരമനുസരിച്ച് റാങ്ക് ചെയ്യുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRF റാങ്കിംഗ് പട്ടിക പുറത്തു വന്നപ്പോൾ വളരെ മികച്ച പ്രകടനമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും പ്രകടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിലെ സർക്കാരും സർവകലാശാലകളും കൈകോർത്ത് പിടിച്ച് നടത്തിയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി കൂടിയാണ് ഈ തിളങ്ങുന്ന പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ സർവകലാശാലകൾക്കും കലാലയങ്ങൾക്കും സാധിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിൽ കേരള യൂണിവേഴ്സിറ്റി 9ാം റാങ്കും, കുസാറ്റ് 10ാം റാങ്കും, MG യൂണിവേഴ്സിറ്റി 11ാം റാങ്കും, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് 43ാം റാങ്കും നേടിയിട്ടുണ്ട്. സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ പബ്ലിക് സർവകലാശാലകളുടെ ലിസ്റ്റിൽ കേരള യൂണിവേഴ്സിറ്റി 9ാം റാങ്കും, കുസാറ്റ് 10ഉം, MG യൂണിവേഴ്സിറ്റി 11ഉം, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് 43ഉം റാങ്കുകൾ നേടിയിട്ടുണ്ട്. സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിൽ ആദ്യ 10ൽ കേരളത്തിലെ 2 സർവകലാശാലകൾ ഇടം പിടിച്ചിരിക്കുകയാണ്. 9ഉം 10ഉം റാങ്കുകൾ കേരള യൂണിവേഴ്സിറ്റിക്കും കുസാറ്റിനും ലഭിച്ചിരിക്കുന്നു. 11ാം റാങ്ക് MG യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിരിക്കുന്നു. 43ാം റാങ്ക് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഓവറോൾ റാങ്കിങ്ങിൽ, അതായത് പ്രൈവറ്റ് സർവകലാശാലകളും IITകളും IIMകളും പബ്ലിക് യൂണിവേഴ്സിറ്റീസും എല്ലാം ചേരുന്ന ഓവറോൾ റാങ്കിങ്ങിൽ എല്ലാ വക സ്ഥാപനങ്ങളും ചേരുന്ന പൊതു ലിസ്റ്റിൽ കേരള സർവകലാശാല 38ാം റാങ്കും, കുസാറ്റ് 51ാം റാങ്കും, MG യൂണിവേഴ്സിറ്റി 67ാം റാങ്കും നേടിയിരിക്കുകയാണ്. ഈ ലിസ്റ്റിൽ പൊതുവിൽ IITകളും IIMകളും ഒക്കെയാണ് ആദ്യ റാങ്കുകളിൽ ഇടം പിടിക്കുന്നത്. കോളേജുകളിൽ ആദ്യ 100ൽ 16 കോളേജുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. 101, 150 ബാൻഡ് വിഡ്ത്തിൽ 10 കോളേജുകളും 151, 200 ബാൻഡ് വിഡ്ത്തിൽ 16 കോളേജുകളും ഇടം പിടിച്ചിട്ടുണ്ട്. 201, 300 ബാൻഡ് വിഡ്ത്തിൽ 29 കോളേജുകളും ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യ 200 റാങ്കുകളിൽ 42 സ്ഥാനങ്ങൾ കേരളത്തിലെ കലാലയങ്ങൾക്കാണ്. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് 20ാമത് റാങ്ക് നേടിയിരിക്കുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് 22ാം റാങ്ക് നേടിയിരിക്കുന്നു. സെന്റ് തെരേസാസ് കോളേജ് 46ാം റാങ്ക് നേടിയിരിക്കുന്നു. തേവര SH കോളേജ് 48ാം റാങ്ക് നേടിയിരിക്കുന്നു. ഗവൺമെന്റ് വിമൻസ് കോളേജ് തിരുവനന്തപുരം 49ാം റാങ്ക് നേടിയിരിക്കുന്നു. മഹാരാജാസ് കോളേജ് 53ാം റാങ്ക് നേടിയിരിക്കുന്നു. എല്ലാ കോളേജുകളുടെയും റാങ്ക് വിവരം ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ആദ്യ 100 റാങ്കിനുള്ളിൽ 16 കോളേജുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് CET 101, 150 ബാൻഡ് വിഡ്ത്തിൽ 108ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. എല്ലാ വിശദാംശങ്ങളും ഈ NIRF റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞിട്ടില്ല. വന്നിടത്തോളം നമ്മുടെ പ്രകടനം വളരെ തിളക്കമാർന്നതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിൽ 9, 10, 11, 43 റാങ്കുകൾ നമ്മുടെ സർവകലാശാലകൾക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. സർവകലാശാലകളുടെയും കലാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനും അക്കാദമിക് നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ഈ കാലയളവിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. സർവകലാശാലകളുടെയും സർക്കാരുകളുടെയും കലാലയങ്ങളുടെയും യോജിച്ചുള്ള പ്രവർത്തനം തീർച്ചയായും ക്വാളിറ്റി ഉയർത്തുന്നതിനു വേണ്ടി വലിയ രീതിയിൽ സഹായകരമായിട്ടുണ്ട്.